ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അധ്യായം 510. നീലിമ ആകെ പരിഭ്രാന്തിയിലായിരുന്നു. സാധികയാണെങ്കിൽ അഞ്ജലിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങാൻ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ പോയി. അവൾ സാമലക്സിന്റെ ആളാണെന്ന് നീലിമക്ക് അറിയാമായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ അവൾ അപ്പോൾ ചോദിക്കാനും കഴിഞ്ഞില്ല. സാമലക്സ് തനിക്കും തന്റെ കുടുംബത്തിനുമെതിരായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് നീലിമക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. അവൾ അപ്പോൾ സോഫയിൽ ചെന്നിരുന്നു. അഞ്ജലിയാണെങ്കിൽ അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തിരുന്നു. ഈ സമയം സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ മുഖത്തെ പരിഭ്രമം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് ചോദിച്ചു, അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ നീലിമ സിദ്ധാർത്ഥിന്റെ മുഖം ശ്രദ്ധിച്ചു. അവന്റെ മുഖത്തും എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുപോലെ തോന്നി. അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? അവൾ ചോദിച്ചു. അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു, ആ, ചെറിയൊരു പ്രശ്നമുണ്ട്. ആ ജഗൻ വർമ്മ ജയിലിൽ ചാടി. സിദ്ധാർത്ഥ് അത് പറഞ്ഞത് കേട്ടപ്പോൾ നീലിമ ആകെ പേടിച്ചു പോയിരുന്നു. അപ്പോൾ അവൾക്ക് ബോധ്യമായി തനിക്കെതിരെ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്തൊക്കെയോ വലിയ പദ്ധതികൾ ഇടുന്നുണ്ട് എന്ന്. അവൾ അങ്ങനെ പേടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട നീലിമ, അവനെ ഉടനെ തന്നെ പോലീസ് പൊക്കിക്കോളും. അപ്പോൾ നീലിമ പറഞ്ഞു, നിങ്ങൾ വെറുതെ പറയണ്ട, അവനെ പെട്ടെന്നൊന്നും അങ്ങനെ പോലീസിനെ പൊക്കാനൊന്നും പോകുന്നില്ല. കാരണം അത്രയും നല്ല സുരക്ഷിതമായ ആ ജയിലിൽ നിന്നും അവന് പുറത്തു ചാടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനുള്ളിൽ നിന്ന് തന്നെ അവന് അഞ്ജലിയെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ സഹായിക്കുന്ന ആരോ അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ ഇനി ഒരിക്കലും പോലീസ് പൊക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീലിമ അത് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥിനും ഉറപ്പായിരുന്നു. കാരണം അത്രയും സുരക്ഷിതമായ ജയിലിൽ നിന്നും അവന് പുറത്തു ചാടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് നല്ല സഹായം തന്നെ അതിനുള്ളിൽ ലഭിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവനെ പെട്ടെന്നൊന്നും പിടിക്കുക സാധ്യമല്ലെന്ന് അവനറിയാം. ഈ സമയം നീലിമ തുടർന്നു, ഇവരെല്ലാം കൂടി നമുക്കെതിരെ എന്തോ വലിയ പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നു. നമ്മുടെ 2 കുഞ്ഞുങ്ങളെയും ഓർത്തുകൊണ്ട് എനിക്ക് നല്ല ഭയമുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം. ആ സാധികയില്ലേ, അവൾ സാമലക്സിന്റെ ആളാണ്. നീലിമ അത് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് അവളോട് ദേഷ്യത്തോടു കൂടെ ചോദിച്ചു, അല്ല, ആ സാധിക അവളുടെ ആളാണെന്നറിഞ്ഞിട്ടും നീ എന്തുകൊണ്ടാണ് അത് നേരത്തെ എന്നോട് പറയാതിരുന്നത്? അതുകൊണ്ടല്ലേ അവൾ ഇത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഞാൻ അവളെ ഒരു പാഠം പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ നീലിമ സിദ്ധാർത്ഥിനോടായിട്ട് പറഞ്ഞു, ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ചിന്തിക്കേണ്ടത്. അവളെ ആദ്യം നിന്നെ സിനിമയിൽ നിന്നും പുറത്താക്കണം. അത് ഞാൻ ഹേമന്തിനോട് ചർച്ച ചെയ്തോളാം. പിന്നെ ഇവിടെയുള്ള സുരക്ഷ നിങ്ങൾ ഒന്നുകൂടെ കൂട്ടണം. നീലിമ പറഞ്ഞത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് വിനോദ് സത്യയെ വിളിപ്പിച്ചു. എന്നിട്ട് കുറച്ച് ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു വിനോദിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നത്. സിദ്ധാർത്ഥ് അവനോടായി പറഞ്ഞു, നിനക്കറിയാമല്ലോ, എനിക്ക് കുടുംബത്തിന് പുറത്ത് ഒരുപാട് ശത്രുക്കളുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവരെല്ലാം ഞങ്ങളുടെ പതനം കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്കെതിരെ എന്തൊക്കെയോ വലിയ പ്ലാനുകൾ നടക്കുന്നുണ്ട്. അവരെല്ലാം കൂടെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇപ്പോഴാവട്ടെ ഒരാൾ ജയിലിൽ ചാടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീടിന്റെയും എൻ്റെ കുട്ടികളുടെയും സുരക്ഷ നീ ഉറപ്പുവരുത്തണം. അതിലെന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിന്നെ വെച്ചേക്കില്ല. അത് കേട്ടപ്പോൾ വിനോദ് സിദ്ധാർത്ഥിനോടായിട്ട് പറഞ്ഞു, സാറിനെ എന്നെ വിശ്വസിക്കാം. വേണമെങ്കിൽ എന്നെക്കുറിച്ച് പുറത്തൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കൂ. ഞാൻ ഇതുവരെ ഏറ്റെടുത്ത ദൗത്യം ഒന്നും തന്നെ പാളിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നെ ധിക്കരിച്ച് എൻ്റെ അനുവാദമില്ലാതെ ഒരു ഈച്ച പോലും ഈ കോമ്പൗണ്ടിനകത്തേക്ക് കടക്കുകയുമില്ല. അവന്റെ സംസാരം കേട്ടപ്പോഴാണ് നീലിമയ്ക്കൊരാശ്വാസമായത്. അവൾ വീണ്ടും അവനോടായി ചോദിച്ചു, സത്യമായിട്ടും ഒരാൾക്കും ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പല്ലേ? എൻ്റെ മക്കളുടെ സുരക്ഷയെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ചോദിക്കുന്നത്. അപ്പോൾ വിനോദ് പറഞ്ഞു, സാറിനോട് പറഞ്ഞത് തന്നെയാണ് എനിക്ക് മാഡത്തോടും പറയാനുള്ളത്. ഈ വീടിന്റെ സുരക്ഷിതത്വം ഏറ്റെടുത്തിരിക്കുന്നത് ഈ വിനോദും എൻ്റെ ടീമുമാണ്. അതുകൊണ്ട് തന്നെ ഈ വീടിന്റെ മാക്സിമം സുരക്ഷ ഞങ്ങൾ ഉറപ്പുവരുത്തുക തന്നെ ചെയ്യും. അപ്പോഴാണ് നീലിമയ്ക്ക് ശരിക്കും ഒന്ന് സമാധാനമായത്. അന്ന് വൈകുന്നേരം ഹേമന്ത് അങ്ങോട്ടേക്ക് വന്നു. നീലിമ വിളിച്ചത് പ്രകാരമാണ് ഹേമന്ത് അങ്ങോട്ടേക്ക് വന്നത്. ഹേമന്ത് വന്ന ഉടനെ തന്നെ നീലിമ പറഞ്ഞു, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഹേമന്തിനെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. എന്തെന്നാൽ അഞ്ജലിയുടെ റോള് ചെയ്യുന്ന സാധികയെ നമുക്ക് ഈ സിനിമയിൽ നിന്നും മാറ്റണം. അത് കേട്ടപ്പോൾ ഹേമന്ത് അവളോട് ചോദിച്ചു, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ സമയം നീലിമ പറഞ്ഞു, ആ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തെന്നാൽ ആ സാധികയുണ്ടല്ലോ, അവൾ സാമലക്സിന്റെ ആളാണ്. അതുകൊണ്ട് തന്നെ അത് അവളെ നമ്മുടെ സിനിമയിൽ എടുക്കുന്നത് കൊണ്ട് നമുക്ക് ദോഷം ചെയ്യും. അപ്പോൾ ഹേമന്ത് പറഞ്ഞു, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ പുതിയൊരു ആർട്ടിസ്റ്റിനെ കണ്ടെത്തണ്ടേ? ഞാനൊരു സജഷൻ പറയട്ടെ? അപ്പോൾ നീലിമ ചോദിച്ചു, ആ, എന്താ? ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അഞ്ജലിയുടെ മുഴുവൻ സ്വഭാവങ്ങളും പഠിച്ചെടുത്ത് അഭിനയിക്കാൻ പുതിയൊരു ആളെ കണ്ടെത്തുക എന്നത് വലിയ ടാസ്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അഞ്ജലിയെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാവുന്ന ഒരാളെ നമുക്ക് അഭിനയിക്കാൻ കൂട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ അതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ നീലിമ ആലോചിച്ചു, അഞ്ജലിയെ അടുത്തറിയാവുന്ന ആരാണ്?
അപ്പോൾ ഹേമന്ത് വീണ്ടും അവളോട് ചോദിച്ചു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ റോള് നീലിമക്ക് ചെയ്തൂടെ? അവൻ്റെ ആ ഒരു ചോദ്യം കേട്ട് നീലിമ ആകെ ഞെട്ടിയിരുന്നു. ഞാൻ അഭിനയിക്കാനോ? എനിക്കതിനെ അഭിനയിക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഹേമന്ത് പറഞ്ഞു, അതിന് അഞ്ജലിയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഏക വ്യക്തി നീലിമയാണ്. അവളുടെ കുട്ടിക്കാലം മുതൽ നീ അവളുടെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവളുടെ സ്വഭാവങ്ങളെല്ലാം നിനക്ക് നല്ലതുപോലെ അഭിനയിക്കാൻ സാധിക്കും. നീ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമായിരിക്കും. സിദ്ധാർത്ഥിനും ഹേമന്തിന്റെ അതേ അഭിപ്രായം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നീലിമയ്ക്ക് അത് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷൂട്ടിംഗ് ആരംഭിച്ചു. നീലിമയും സിദ്ധാർത്ഥും മുഴുവൻ സമയം ഷൂട്ടിംഗ് ലൊക്കേഷൻ തന്നെയായിരുന്നു. അശ്വിനും ആ സിനിമയിൽ അഭിനയിക്കുന്നുള്ളത് കൊണ്ട് തന്നെ മല്ലികാമ അവന്റെ കൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അശ്വിൻ അങ്ങനെ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ ഊഴത്തിന് ശേഷം തന്റെ റോളുകൾ ആണല്ലോ എന്നോർത്തുകൊണ്ട് അവൾ ഓർത്തു. അങ്ങനെ അശ്വിൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്തത് നീലിമയുടെ അവസരമായിരുന്നു. അങ്ങനെ അവൾ അഭിനയിക്കാനായിട്ട് മുന്നോട്ട് വന്നു. അഞ്ജലിയും ഭൈരവുമായിട്ടുള്ള ആ ഒരു സീനായിരുന്നു അപ്പോൾ എടുക്കേണ്ടിയിരുന്നത്. ഭൈരവായിട്ട് അഭിനയിക്കാനുള്ള ആള് നീലിമയെ നോക്കി പുഞ്ചിരിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും അഭിനയിക്കാൻ റെഡിയായി. അപ്പോൾ ഭൈരവായി വേഷമിട്ടിരിക്കുന്ന ആള് പറഞ്ഞു, അഞ്ജലി, നീ ഇത്രക്കും പാവമായി പോകരുത്. ഈ സമയം നീലിമ അഞ്ജലിയുടെ ഡയലോഗുകൾ പറഞ്ഞു തുടങ്ങി. ഞാൻ അത്രക്ക് പാവമൊന്നുമല്ല. എനിക്ക് ആ നീലിമയോട് പ്രതികാരം ചെയ്യണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഭൈരവ് പറഞ്ഞു, ഞാനും നീലിമയ്ക്ക് വേണ്ടിയിട്ടാണ് നിന്റെ അടുത്ത് ഇങ്ങനെയെല്ലാം ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു പ്രൊമോ നാടകമൊക്കെ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കാം. എനിക്ക് നീലിമയോട് പ്രതികാരം ചെയ്യണം. നിനക്കാണെങ്കിൽ നീലിമയെ കിട്ടുകയും വേണം. അല്ലാതെ നമുക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നീലിമ ആ ഡയലോഗുകൾ പറഞ്ഞു നിർത്തിയപ്പോൾ അവൾക്ക് തോന്നി അഞ്ജലിയും ഭൈരവും തമ്മിൽ ഇങ്ങനൊരു പ്രണയമൊക്കെ ഉണ്ടായിരിക്കുമോ എന്ന്. അതൊന്നും താൻ അറിഞ്ഞിരുന്നില്ലല്ലോ. ഒരുപക്ഷെ ഉണ്ടാവുമായിരിക്കാം. അവളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒന്നും താൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരിക്കാം. അതും പറഞ്ഞുകൊണ്ട് അവൾ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അഞ്ജലിയുടെ ഡയലോഗ് പറയാൻ രണ്ടാമത്തെ ഊഴമെത്തി. അപ്പോൾ നീലിമ അഞ്ജലിയുടെ ഡയലോഗുകൾ പറഞ്ഞു തുടങ്ങി. നോക്ക്, ഞാൻ എക്കാലവും നിന്റെ പിന്നാലെയൊന്നും നടക്കുന്നില്ല. നീ എത്രയും പെട്ടെന്ന് തന്നെ ആ നീലിമയെ കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് നിന്ന് തന്നെ വിട്ടേക്കണം. പിന്നെ അവൾ ഒരിക്കലും ഞങ്ങളുടെ വീട്ടിലേക്കോ ഞങ്ങളുടെയുമായിട്ട് യാതൊരുവിധ ബന്ധമോ കോണ്ടാക്റ്റോ ഒന്നും തന്നെ വെക്കാൻ ഇടവരരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കാര്യം ഒന്നും ഞാൻ അവളോട് പറയാതിരിക്കുകയുള്ളൂ, അവളെ ഉപദ്രവിക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഭൈരവ് സമ്മതിച്ചു. ശരി, അവളെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും നാട് വിട്ടോളാം. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് ഉറപ്പു തരുന്നു, പിന്നീട് ഒരിക്കലും നിങ്ങളുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഉണ്ടാവുമില്ല എന്ന്. അതുപോലെ തന്നെ നീയും എനിക്ക് ഉറപ്പു തരണം, അവളെ നീ ഒരു തരത്തിലും ഉപദ്രവിക്കില്ല എന്ന്. അങ്ങനെ നീലിമ അടുത്ത സീനായിട്ടുള്ള തയ്യാറെടുപ്പിന് തുടങ്ങി. അടുത്ത സീനിൽ ഭൈരവ് പോയതിനു ശേഷം അഞ്ജലി റൂമിലിരുന്നിങ്ങനെ പൊട്ടിക്കരയുന്ന സീനായിരുന്നു. തനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു അവൾക്ക്. അങ്ങനെ ആ ഒരു സീൻ എടുക്കാൻ സമയമായി. അപ്പോൾ അവൾ ഒഴിഞ്ഞ റൂമിനുള്ളടുത്തേക്ക് നടന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എല്ലാവരും എന്നെ ചതിക്കുവാണ്. എല്ലാവർക്കും വേണ്ടത് ആ നീലിമയെ മാത്രമാണ്. എല്ലാവരും ഈ അഞ്ജലിയെ പൊട്ടിയാക്കിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് എന്താണൊരു കുറവ്? എന്നിട്ടും ഇവൻ എന്തിനാ എന്നെ വേണ്ടാതെ അവളുടെ പിന്നാലെ ഇങ്ങനെ പോകുന്നത്? എല്ലാവരും എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്ന സിദ്ധാർത്ഥും അശ്വിനും. അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്നതും അവൾ കണ്ടു. അവൾ ശരിക്കും അഭിനയിക്കുകയാണോ അതോ ഇനി കരയുകയാണോ എന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. ആ സീൻ എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും അവളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അവൾ വളരെ നല്ല രീതിയിൽ അത് ചെയ്തതും അവളെ അഭിനന്ദിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഹേമന്ത് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഈ റോൾ നിനക്കല്ലാതെ മറ്റാർക്കും ഇത്ര നന്നായിട്ട് അഭിനയിക്കാൻ കഴിയില്ല എന്ന്. കൂടെ അവൻ ഒരു കർച്ചീഫ് എടുത്ത് അവൾക്ക് കൊടുത്തു. നീ അല്ലായിരുന്നുവെങ്കിൽ ഈ റോൾ ഒരിക്കലും ഇത്ര ഭംഗിയായിട്ട് അഭിനയിക്കാൻ ആർക്കും കഴിയില്ല നീലിമ. അത് കേട്ടപ്പോൾ സന്തോഷമായി തന്നെ നീലിമ അവിടെ നിന്നും സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് പോയിരുന്നു. നീ ശരിക്കും കരയുകയാണെന്നാ ഞങ്ങൾ കരുതിയത്. ഞങ്ങൾക്ക് ശരിക്കും വിഷമമായിരുന്നു. ശരിക്കും അത്രക്ക് നന്നായിട്ട് നീ അഭിനയിച്ചിട്ടുണ്ട്. നിനക്ക് ഈ അഭിനയം നല്ല വശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ തീരുന്നതിന് മുൻപ് തന്നെ നിനക്ക് ഒരുപാടധികം ചാൻസുകൾ വരാൻ സാധ്യതയുണ്ട്. ഈ സിനിമ തന്നെ നിനക്ക് നല്ലൊരു കരിയർ ആക്കിയെടുത്താലെന്താ, അത് നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പോൾ നീലിമ പറഞ്ഞു, വെറുതെ പറയരുത്. കാരണം ഇത് തന്നെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഞാൻ പെടുന്ന പെടാപ്പാട് എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. അപ്പോഴതിന് വേറൊരു സിനിമ ഇത് തന്നെ നല്ല രീതിയിൽ അങ്ങോട്ടേക്ക് മുഴുവനാക്കാൻ സാധിച്ചാൽ മതിയായിരുന്നു. നീലിമ അവനോട് പറഞ്ഞ് പുറത്തേക്ക് നോക്കി. അപ്പോഴാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് തന്നെ കുറിച്ച് അപ്പുറത്തുനിന്ന് ഒരാൾ തന്നെ ശ്രദ്ധിക്കുന്നതായിട്ട് നീലിമക്ക് തോന്നിയത്. അയാൾ തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ട് നീലിമ അയാളെ തന്നെ നോക്കി നിന്നു. അങ്ങനെ നീലിമ അയാളെ എങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തരണേ.
അതുപോലെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടവരാണെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. നാളെ ഇതേ സമയത്തായിരിക്കും അധ്യായം 511 ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.